ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ വലിയ തോതിലുള്ള പ്രതിരോധ നില സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ ഇത്തരം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് വഴുതി വീഴുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്, കളിക്കുന്നതിന്, പരിശീലനം നടത്തുന്നതിനൊന്നും ഇതുപോലെയുള്ള ഗ്രൗണ്ടുകളുടെ അപര്യാപ്തത. ഇതൊരു പരിധിവരെ കുട്ടികൾക്ക് അതിലേക്ക് പോകാനുള്ള ഒരു കാരണമാണ്. ഇവിടെ ഇതുപോലെ പ്രവിശാലമായ ഗ്രൗണ്ട്, അതുപോലെ തന്നെ നീന്തൽക്കുളം സൗകര്യപ്രദമായിട്ടുണ്ട്. കുട്ടികൾ എങ്ങോട്ട് വരും? ഒരു സംശയം വേണ്ട, കുട്ടികൾ എങ്ങോട്ട് വരും? സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ തടയിടാൻ നമ്മളുടെ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെയൊക്കെ കായികക്ഷമതയും അതുപോലെ തന്നെ അവരുടെ കായിക ശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇനിയുള്ള സമയം ഇതുപോലെ ചെലവഴിക്കും. എനിക്ക് ക്ലബിന്റെ ആൾക്കാരോട് പറയാനുള്ളത്, ഗ്രൗണ്ടിൽ നമുക്ക് ഇനി ഒരുപാട് മാറ്റങ്ങൾ ആവശ്യം. ഇവിടെ 1,63,00,000 ഇപ്പൊ ഗ്രൗണ്ടിൽ എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പണം. MLAക്ക് ഒരു വർഷം കിട്ടുന്ന ഫണ്ട് എത്രത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം. ഭീമമായ ഒരു സംഖ്യയാണ് ഈ ഗ്രൗണ്ടിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. 35 ലക്ഷം റുപ്യ റെഡ് ലൈറ്റിന് വേണ്ടി അനുവദിച്ചു. അടുത്ത പ്രാവശ്യം തന്നെ, അടുത്ത ദിവസം തന്നെ അതിന്റെ പണി വേണമെങ്കിൽ കരാറുകാരനെ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണം. അതുപോലെ തന്നെ ഫെൻസിങ്ങിന് വേണ്ടി പറഞ്ഞല്ലോ 70 ലക്ഷം രൂപ അഡീഷണൽ ഫെൻസിങ്ങിന് വേണ്ടി 70 ലക്ഷം റുപ്യ അത് ASന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അതൊക്കെ വരുന്ന മുറക്ക് നിങ്ങളൊക്കെ പ്രതീക്ഷക്കപ്പുറം ഈ സ്റ്റേഡിയം വളരെ മനോഹരമാവും. എന്ത് ടൂർണമെന്റും നിങ്ങൾക്ക് ഇവിടെ കളിക്കാം. അതിനാവശ്യമുള്ള സൗകര്യങ്ങൾ, ഗ്രൗണ്ട് നിങ്ങൾ സംരക്ഷിക്കണം. ഇപ്പൊ തന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ചില കുട്ടികളോട് പറഞ്ഞു, ഇപ്പൊ തന്നെ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, MLA അതൊക്കെ ശ്രദ്ധിക്കും. കരാറുകാരൻ ചെയ്യേണ്ട പണികളൊക്കെ കരാറുകാരൻ കൊണ്ട് ചെയ്യിപ്പിക്കണം. തീർച്ചയായിട്ടും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കരാറുകാരൻ ടെൻഡർ ഷെഡ്യൂളിൽ എന്തൊക്കെ വർക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പഞ്ചായത്തിനെ ചെയ്യിപ്പിക്കും. ഈ കരാറുകാരൻ ഞാൻ കണ്ടിട്ടില്ല, അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. പണിക്ക് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം അറക്കൽ ബാബ, അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടർ ബാബ, ഇവരൊക്കെ എന്നോട് പലപ്പോഴും ഇത് പറയാറുണ്ട്. ഈ മാക്സവനൊക്കെ തന്നെ അംബാസഡറായി ബാബ വന്ന പല സ്ഥലങ്ങളും സ്ഥലം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് എനിക്കറിയാം. ഞാനും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബാബയാണ് അതിന്റെ അംബാസഡർ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ആ മാക്സവൻ അണിഞ്ഞത്. അപ്പോൾ അവരൊക്കെ എന്നോട് എപ്പോഴും ഇതുപോലെ ഗ്രൗണ്ടുകൾ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ഇവരുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ കുട്ടിയേലി ഹാജി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കോയക്കുട്ടി ഹാജി ആണെങ്കിലും അവരൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ മകനിലൂടെ, ആ മെമ്പർമാരിലൂടെ ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ കായിക പ്രേമികളോട്, ഫുട്ബോൾ ക്ലബ്ബുകളോട് നിങ്ങളാണിത് സംരക്ഷിച്ച് കൊണ്ടു നടക്കേണ്ടത്. എങ്ങനെയൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം നിങ്ങൾ പഞ്ചായത്ത് ബോർഡുമായിട്ട് ആലോചിക്കും. പഞ്ചായത്ത് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായ മുഹൂർത്തമാണ്. അഭിമാനകരമായ മുഹൂർത്തം എന്ന് ഞാൻ പറയുന്നത് പടി ഇറങ്ങാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെ പൂർവികന്മാർ സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഈ ചെറുപ്പക്കാരുടെ വലിയ ആവേശം. കുട്ടികൾ കണ്ടിരുന്ന നിങ്ങൾ അവർക്ക് എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ ഈ നീന്തൽ കുളത്തിനൊക്കെ ആവശ്യകത നമ്മളറിയാം. എത്ര കുട്ടികൾ നിങ്ങൾ ഒരു അതിന്റെ ഒരു പരിശോധിച്ചുകൊണ്ട് ഓപ്പൺ ജിമ്മും വരാൻ പോവുകയാണ്. രാവിലെ നടക്കാൻ ഇനി വേറെ എവിടേക്കും പോകണ്ട. നല്ല സുഖകരമായ കാറ്റും അന്തരീക്ഷം, സുഖമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാനുള്ള പ്രവിശാലമായ സ്ഥലം, നല്ല സൗകര്യം. അപ്പൊ ഇത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന്, ആരോഗ്യമുള്ളൊരു മനസ്സ്, ആരോഗ്യമുള്ളൊരു ശരീരം. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, നമുക്ക് ഒന്നും വേണ്ട. എത്ര കോടിക്കണക്കിന് രൂപ നിങ്ങൾ പെട്ടിയിൽ വെച്ചോ, ആരോഗ്യമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുക? ഇത്ര ആളാണ് ഇപ്പൊ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെട്ടു. ഞാനത് വെറുതെ പറയുന്നതല്ല, ഞാൻ അതിന്റെ മാർക്കറ്റിംഗ് ഓഫീസറൊന്നുമല്ല മാക്സവന്റെ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ ഈ ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന നല്ലൊരു ശതമാനം ഈ പൈസ ഇത് ഈ മരുന്നിന് വേണ്ടി നീക്കി വെച്ചിരുന്ന ആൾക്കാർക്ക് ഇത് കാരണം അതിന് മോചനം കിട്ടി. രാവിലെ ഒരു സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ അമ്പലത്തെ പ്രദക്ഷിണത്തിന് ശേഷം നിങ്ങളൊക്കെ വന്നു നോക്കി, നല്ല ഇവിടെയൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? നല്ല കാറ്റ്, മലിനമാവാത്ത വായു. പിന്നെ ഇവിടെയൊക്കെ ആ തരത്തിലുള്ള സംവിധാനം നമ്മൾ ആശുപത്രികളെല്ലാം ഉണ്ടാക്കേണ്ടത്. ആശുപത്രിയിൽ ഉണ്ടാക്കേണ്ടെന്നല്ല ഞാൻ പറയണത്. ആശുപത്രിയിൽ പിന്നെ രോഗികൾ കുറയാൻ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ടാവണം. നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ നന്നായി കളിക്കുന്ന കുട്ടികൾ. ഞാൻ പറയുന്നത് ഭാവിയിലൊക്കെ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, ഞാൻ പറയുന്നത് ഒരു ക്ലബിന്റെ ഭാരവാഹികളോട് നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് തുടങ്ങണം, കോച്ചിങ് ആരംഭിക്കണം. അരീക്കോട് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്ന രാവിലത്തെ പരിപാടി എന്താ? ഭാവിയിലെ നെയ്മറേയും മെസ്സിയെയും വാർത്തെടുക്കുകയാണ്. ഒരു 10 വയസ്സിന് പ്രായമുള്ള കുട്ടികൾ എപ്പോൾ തന്നെ കണ്ടെത്തി ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന കുട്ടികൾ, ക്രിക്കറ്റ് പഠിക്കാൻ കുട്ടികൾ, വോളിബോൾ പഠിക്കാൻ കുട്ടികൾ, നല്ല അത്ലറ്റുകൾ, അവരൊക്കെ വാർത്തെടുക്കുകയാണ്. നിങ്ങൾ അതിനുള്ള ഒരു സംരംഭം ഉടനെ ആരംഭിക്കും. ഇവിടുത്തെ ക്ലബ്ബുകൾ ഒരുമിച്ച് കൂടി കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികളെ പരിശീലിപ്പിക്കും. അതിനെന്തെങ്കിലും വേണ്ടി അതിന് MLA എന്തെങ്കിലും തരാം. അതിൽ യാതൊരു സംശയം കാണാൻ നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർന്നു വരട്ടെ. പെരുവള്ളൂരിൽ നിന്നൊക്കെ നാളെ രാജ്യത്തിന് വേണ്ടി നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കളിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഗ്രൗണ്ടൊക്കെ ഇതുപോലെ നമ്മൾ ഇവിടെ മാത്രമല്ല കേട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ പഞ്ചായത്തിലും MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ഞാൻ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തേഞ്ഞിപ്പലത്ത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനിയിപ്പോ മൂന്നിയൂര് പഞ്ചായത്തിലെ കളിയാട്ടമുക്കിൽ ഗംഭീരമായിട്ട് സ്റ്റേഡിയം വരാൻ പോകും. എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയം ഉണ്ടാക്കുകയാണ്. കാരണം ഈ കളിക്കളം അത് അത്യാവശ്യമാണ് നമുക്ക്. പ്രത്യേകിച്ച് ഈ ലഹരിയും മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മൾ കുട്ടികൾ പോകുന്നത് അവരെ ലിഷർ ടൈം
ലീഷർ ടൈം ചെലവഴിക്കാൻ അവർക്ക് സൗകര്യങ്ങളില്ല. അതില്ലാത്തത് കാരണമാണ് ഈ സാമൂഹ്യ വിരുദ്ധ ലോബികളുടെ കയ്യിൽ നമ്മുടെ കുട്ടികൾ അകപ്പെടുന്നത്. ഇനി വൈകുന്നേരം നിങ്ങൾ നോക്കി, ഈ മൈതാനം മുഴുവൻ ആൾക്കാരാക്കാരം, പ്രഭാതമായി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആൾക്കാരാക്കാരം. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും, യാതൊരു സംശയമല്ല. നമുക്കിത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തട്ടകല്ലത്. ഇവിടെ എല്ലാവർക്കും വരാം, എല്ലാവർക്കും കളിക്കാം. അവിടെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല. എന്തെങ്കിലും ചെറിയതുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് കളിക്കാനും പരിശീലിക്കാനും അതുപോലെ തന്നെ മറ്റ് കായിക താരങ്ങൾക്ക് അവരുടെ പ്രവർത്തനം നടത്താനും നീന്തൽ പഠിക്കാനും നടക്കാൻ മറ്റുള്ള ആൾക്കാർക്കുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ, നടക്കാൻ പോകുന്ന വർക്കിൽ അവർ 35 ലക്ഷം റുപ്യയുടെ ഫ്ലഡ് ലൈറ്റ് നമുക്ക് എന്താ അടുത്ത പ്രാവശ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞവരുടെ ക്ലബിൻ്റെ ആൾക്കാരോടൊക്കെ പിന്നെ ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോളും മറ്റ് ഫുട്ബോളും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നടത്താം. ഫ്ലഡ് ലൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ പറമ്പിൽ പീടിക ഈ പ്രദേശം കായിക പ്രേമികളുടെ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അതോടൊപ്പം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നല്ല നല്ല കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് പ്രതിഭകൾ വളർന്നു വരണം. അതൊക്കെ നമുക്ക് അഭിമാനം നൽകുന്ന പെരുവള്ളൂരിന്റെ സന്താനങ്ങൾ നാളെ കേരളത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന മക്കൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. അതാണ് ഈ ഗ്രൗണ്ടിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്.